ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ എന്ന് പറയണേ. പിന്നെന്താ, ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നേ. രാവിലെ മുതൽ രാത്രി വരെ മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ചെറുതായിട്ട് ചാറ്റൽ മഴയായിരുന്നു, പക്ഷെ നല്ല മഴയായിരുന്നു. ഇന്ന് അധികം മഴയൊന്നുമില്ല, എന്നാലും രാവിലെ ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ട, ഇതൊക്കെയാണ് നമ്മളിവിടെയുള്ള ചെടികളെ. ഒത്തിരി ചെടിയൊന്നുമില്ല, ഉള്ളത് തന്നെ 1, 2, 3 ഇതിലൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഒരേ ഐറ്റം ചെടി തന്നെ 2, 3 ഇതിലൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ ആ കുപ്പി നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റംബൂട്ടാനാണ്. പക്ഷെ വർഷങ്ങളായി അത് നട്ടിട്ട് ഇന്ന് വരെ കാച്ചിട്ടില്ല. നിറയെ പൂവിടും, പക്ഷെ കാവിടൂലേ. നമ്മൾ കുരുവിട്ട് പൊടിപ്പിച്ചാണ് വാങ്ങിച്ച് നട്ടതല്ല. പക്ഷെ അതെന്തോ കായ്ക്കുന്നില്ല, എന്താണെന്നറിയില്ല. അറിയാന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇതാ ഞാൻ മുറ്റം അടിച്ചുകൊണ്ട് നിന്നപ്പോൾ മോള് അവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. ആൾക്ക് ജലദോഷം ആയതുകൊണ്ട് മഴ ചാർന്നുകൊണ്ട് മുറ്റത്ത് ഇറങ്ങല്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ തൊപ്പിയും വെച്ചും കൊണ്ടുവന്നു. പിന്നെ അവിടെ കിടന്ന് ഓട്ടമൊക്കെ ആയിരുന്നു. പിന്നെ മുറ്റം അടിച്ചു വരാൻ ഭയങ്കര പാടായിരുന്നു. കല്ലിൽ ഇലയൊക്കെ ഒട്ടി ഒക്കെ കിടക്കുന്നതുകൊണ്ട് എടുക്കാൻ പാടായിരുന്നു. ഇതാണ്ട് ഇത് ഞാൻ വാങ്ങിച്ച് നട്ട റോസയാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ. കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം നിറയെ മുട്ട വയ്ക്കുന്നുണ്ടേ. ഹാരജമന്തി, നമ്മളിവിടെയൊക്കെ ഇത് ഹാരജമന്തി എന്നാണ് പറയുന്നത്. നല്ല ഭംഗിക്ക് നിറയെ മുട്ട ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് പൂക്കണേന്ന് തോന്നുന്നു. കുറേ മുട്ട വയ്ക്കുന്നു. വെള്ള കളറ് ഹാരജമന്തിയാണെന്ന് തോന്നുന്നു. ഇത് വിട്ടിൽ, ഇവിടുത്തെ ചെടിയെല്ലാം തിന്ന് തീർക്കണ ഈ വിട്ടിലാണേ. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ മോന് സ്കൂളിൽ പോകാൻ സമയമായതുകൊണ്ട് പിന്നെ ഞാൻ അകത്തേറി അവന് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യണേ. അപ്പോൾ ചോറും പൊരിച്ച മീനും പിന്നെ ക്യാരറ്റ് തോരനും മാങ്ങ അച്ചാറും ചീരത്തോരനുമായിരുന്നു കൊടുത്തു വിട്ടത്. സാമ്പാറുണ്ടായിരുന്നു, അവൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതെടുത്തില്ല. പിന്നെ 10 മണിക്ക് കൊടുത്തു വിട്ടത് മുസമ്പിയും പിന്നെ മുന്തിരിയുമായിരുന്നേ. പിന്നെ ജീരക വെള്ളം കൂടിയായിട്ട് ആക്കങ്ങ് കൊടുത്തു വിട്ട്. ഇവന് സ്കൂളിൽ ബാഗിൽ, ലഞ്ച് ബോക്സിൽ, കുപ്പിയിൽ എല്ലാത്തിലും പേരെഴുതണേ. അങ്ങനെ അത് ആ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാഞ്ഞു പോകാതിരിക്കാൻ എൻ്റെ പുറത്തുടങ്ങിയ സ്ഥലം ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അത്രയും സ്ഥലം ഒതുങ്ങി പോകുന്നുണ്ടായിരുന്നിട്ട് അവ ആ വെള്ളത്തിൻ്റെ നടുക്കൂടെ പോയുള്ളൂ. ചവിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവ പോണതേ. ഇവിടെ നമ്മൾ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. ഇന്ന് അവൻ മാത്രമേ ഉള്ളൂ, അവൻ്റെ ഫ്രണ്ടൊന്നുമില്ല. അവരിന്ന് സ്കൂളിൽ പോകുന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വണ്ടി വന്ന് അവൻ കയറി പോയിട്ടുണ്ടായിരുന്നേ. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.